നിങ്ങളിപ്പം കാണുന്നത് അതിൻ്റെ എഡിറ്റഡ് വേർഷനാണ്. അത് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 30-45 മിനിറ്റ്സ് ഭയങ്കരമായിട്ടുള്ള ഹറാസ്മെന്റ് ആയിരുന്നു. ഈ സ്റ്റാർ റാങ്കിങ്ങിലൊക്കെ ഹണി റോസിന്റെ ഫുൾ മാർക്കാ. കാരണം എന്തെങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു തരത്തിലുള്ള ഒരു എന്തിനും വഴങ്ങൂല. ഉള്ളിൽ കരയാണോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പുറമെ ഇങ്ങനെ ചിരിച്ചു മാത്രം നിൽക്കുന്നേ. ഞാൻ ഓർത്ത് എന്റെ പൊന്നേ, എന്റെ പെണ്ണെ ഒന്നും മിണ്ടാതിരിക്കുന്നെങ്കിലും ഒരാൾ പറയുന്നേ, ഞാൻ ഇങ്ങനെ ചിരിച്ചു. എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് എനിക്ക് അറിയില്ല. അവർ വിളിച്ചപ്പോഴും നമ്മുടെ അടുത്തൊന്നും അവർ പറഞ്ഞ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കുറച്ച് ആളുകളുണ്ടാവും അവിടെ. നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ തരും നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ഞാനിതൊന്നും കണ്ടിട്ടില്ല ഇതിന്, അതാണ് അതിലും തമാശ. അങ്ങനെ ഞാൻ ചെല്ലുകയാണ്. അവിടെ ചെന്നു, അവരിങ്ങനെ വെൽക്കം ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം കാണുന്നത് അതിന്റെ എഡിറ്റഡ് വേർഷനാണ്. അത് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 30-45 മിനിറ്റ്സ് ഭയങ്കരമായിട്ടുള്ള ഹറാസ്മെന്റ് ആയിരുന്നു. കരഞ്ഞു പോലുമില്ലേ? എനിക്കിത് എന്താ ഇവിടെ സംഭവം, എനിക്കത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്റെ ലൈഫിൽ പോലും ഒരാളും എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കും. കാരണം അങ്ങനെ ഒരു സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ എന്റെ ഒരു ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞല്ലേ, അതായത് നമ്മളെ അകത്തേക്ക് കയറ്റിയിട്ടില്ല, നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിനുള്ളൊരു അസുലഭ അവസരം വന്നിട്ടുണ്ട്. മഴ പെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ബാക്കി നമുക്ക് അകത്തേക്ക് ഇരുന്ന് കഥ പറയാം. ലൊക്കേഷൻ ചേഞ്ച്. അതെ, അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. നമ്മൾ വീടിനകത്തേക്ക് കയറി. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അടുക്കള വരെ എത്തുന്നതായിരിക്കും. അങ്ങോട്ട് അനുവദിക്കുമല്ലോ അല്ലേ? അങ്ങനെ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പാതിരാത്രിയിലും വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി കോണ്ടാക്ട് ആരാണ്? അങ്ങനെ ആരുമില്ല. എന്നാലും എങ്കിൽ ഇത്ര ഞാൻ ഓവർ ആക്കുന്നില്ല. കുറച്ച് എപ്പോഴും വിളിച്ചിട്ടില്ല, വളരെ കുറവാണ്. ആണ്. ഈ ഹണി റോസ് എന്നുള്ള പേര് നമ്മളെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? റോസും തേനും. അങ്ങനെ അല്ല, ഹണി റോസ് പേര് വിട്ടേക്ക്. അവനവനെ കുറിച്ച് ആലോചിക്കുമ്പോ പെട്ടെന്ന് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? അങ്ങനെയൊന്നുമില്ല, എന്റെ മോഹൻ തന്നെ. അല്ല, അല്ല, നമ്മളിങ്ങനെ കടന്നു വന്ന വഴികൾ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ചിന്തിക്കണോ? അല്ല, വേണമെങ്കിൽ ഇരുന്നോട്ടെ. ശരി ശരി. അപ്പൊ നമ്മള് ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ കിടന്നു വന്ന നാൾവഴികൾ, അതൊക്കെ ഈ കടന്നു വന്ന നാൾവഴികൾ ഞാനിങ്ങനെ ഇപ്പൊ ഇവിടെ അടുത്തുള്ള റേഷൻ കടയിലോ പലർക്കടയിലോ ഒക്കെ പോവാറുണ്ടോ? പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ ഇപ്പൊ? ഇപ്പഴല്ല, പണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാറില്ലേ? ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെയൊക്കെ ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സമയങ്ങളിൽ ചില സമയങ്ങൾ വളരെ ചുരുക്കം സമയങ്ങൾ അങ്ങനെ വരുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ രാവിലെ ഞാനും അച്ഛനും കൂടെ ജോഗിങ്ങിനൊക്കെ പോകും. അതാണ് ആകെ ചെയ്യുന്ന, പുറത്തേക്ക് ഇറങ്ങുന്നത്. വേറെ എന്ത് ചെയ്യാനാ? ആൾക്കാർക്ക് അറിയോ ഹണി റോസ് ഇവിടെ താമസിക്കുന്ന? അറിയാലോ. അല്ല, പുറത്തേക്ക് ഇറങ്ങാത്ത ഒരാള് അങ്ങനെ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല. ശരിയാ.